ഇപ്പൊ നമ്മളുടെ കൂടെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന 3 പേരുണ്ട്. പേരെന്താ? മുഹമ്മദ് അൻസിഫ്, ശ്രീരാജ്, ഡാനിയ. ലാസ്റ്റ് ഇൻടേക്കിലാ വന്നത് ജാനുവരി. ലൈക് എങ്ങനെയുണ്ട് UK? എങ്ങനെ എക്സ്പീരിയൻസ്? കുഴപ്പമൊന്നുമില്ല. ഒരു ജോബും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ഓക്കെ. യൂണി അടിപൊളിയാണ്. യൂണി അടിപൊളിയാണ്. മൊത്തത്തിൽ എല്ലാവരും പഠിപ്പിക്കുന്ന സിസ്റ്റം തന്നെ ലിറ്ററലി ഡിഫറെന്റ് അല്ലേ? ലൈക് നാട്ടില് വെച്ചിട്ട് ഒരു ബന്ധമില്ല. ഇവിടെ ഒക്കെ കേസ് സ്റ്റഡി തരിക. ആ കേസ് സ്റ്റഡി വെച്ചിട്ട് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണോ ആൻസർ, നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതേപോലെ ആൻസർ ചെയ്യാം. പ്രാക്ടിക്കലി നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവര് അതിന് ആൻസേഴ്സ് കണ്ടെത്താൻ ചെയ്യും. എത്ര നിങ്ങളുടെ ഫീ വരുന്നത്? ഫീ 16,800. അതിന് സ്കോളർഷിപ്പ് കിട്ടും തോന്നുന്നല്ലേ? സ്കോളർഷിപ്പ് പറഞ്ഞ് ഇപ്പൊ 14,800. ഏത് ബ്രാഞ്ചിൽ ഇപ്പൊ? ഞാൻ ആക്ച്വലി വടകര ബ്രാഞ്ച് വഴിയാണ്. സുമിന എന്നുള്ളതാണ് എന്റെ എന്താ പറയാ കൺസൾട്ടന്റിന്റെ പേര്. എന്താ പറയാ അവര് വർക്കും കാര്യങ്ങളും ഫുൾ അവരിന്ന് ചെയ്തെന്ന് ആപ്ലിക്കേഷൻ ഇട്ടത്, എന്താ പറയുക ഓഫർ ലെറ്റർ വന്ന കാര്യങ്ങൾ, ക്യാഷിന്റെ ഡീറ്റെയിൽസ്, വിസ ഓർഗനൈസേഷൻസ്, അക്കോമഡേഷന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് അവരാണ് ചെയ്തത്. പിന്നെ എയർപോർട്ട് പിക്കപ്പും കാര്യങ്ങളും ഒക്കെ ഫുൾ സ്റ്റെർലിംഗിൽ പറഞ്ഞ് ഫുള്ള്. ഞാന് കോഴിക്കോട്. സച്ചിന എന്ന് പറയുന്ന ആളുടെ പേര്. ഓക്കെ. അപ്പൊ നിനക്കും അതേപോലെ എയർപോർട്ട് പിക്കപ്പ് എല്ലാം സെയിം ആയിരുന്നു. എന്താ അവിടെ? ഞാൻ ട്രിവാൻഡ്രം ബ്രാഞ്ചിലായിരുന്നു. അനന്ത് ചേട്ടനായിരുന്നു. ഫുൾ സപ്പോർട്ടായിരുന്നു തുടക്കം മുതൽ ഈ അവസാനം വരെ. ഇടയ്ക്കും മെസ്സേജ് അയച്ച് ചോദിക്കുമായിരുന്നു. ആണല്ലേ? ലൈക്ക് എല്ലാം സെറ്റ് ആക്കി തന്നിട്ടാണ്. ഇവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എയർപോർട്ട് പിക്കപ്പും അക്കോമഡേഷൻ എല്ലാം ഏജൻസി ത്രൂ ആയിരുന്നു.